പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ്. കലയാണ് ലഹരി. കല ഒരു മനുഷ്യന്റെ ആത്മാവിനെ ഉണർത്തുകയും സർഗാത്മകതയെ പോഷിപ്പിക്കുകയും ചെയ്യുന്നു. കലയെ നമ്മൾ പോസിറ്റീവായി മാത്രമേ കാണാൻ കഴിയുള്ളൂ, പക്ഷേ ലഹരിയെ നമുക്ക് നെഗറ്റീവായി കാണാൻ കഴിയും. അതുകൊണ്ടാണ് പല ലഹരി വിമോചന കേന്ദ്രങ്ങളിലും തെറാപ്പിയുടെ ഭാഗമായി പല കലാരൂപങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കലയെപ്പറ്റി പറയാൻ വേണ്ടി ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാം. പണ്ട് അമേരിക്കയിൽ ഒല്ലിനിൽ എന്നു പേരുള്ള ഒരാൾ ഉണ്ടായിരുന്നു. അയാൾ വളരെ മോശപ്പെട്ട കുട്ടിയായിരുന്നു. അയാൾ സായികളെ എന്തായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾക്കറിയാമോ? എടാ പോടാ എന്ന് പറയുന്ന വൃത്തികെട്ട വാക്കുകൾ. അങ്ങനെ ഒരു ദിവസം അയാൾ ലൈബ്രറിയിലേക്ക് ക്ലാസ് കട്ട് ചെയ്ത് ഒളിച്ചു നിൽക്കാൻ പോയി. അപ്പോൾ അയാൾ അവിടെ പൊതിഞ്ഞ ഒരു ബുക്ക് കണ്ടു. അയാൾ അത് എടുത്തു വായിച്ചു. അപ്പോൾ തന്നെ അയാൾക്ക് ആ ബുക്ക് ഇഷ്ടപ്പെട്ടു. കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അത് കലയെ പറ്റിയുള്ള ബുക്കാണ്. പാട്ട്, നൃത്തം ഇതൊക്കെയായിരുന്നു അതിലുള്ളത്. അപ്പോൾ ഇതൊക്കെ വായിച്ച് അയാൾ ഏറ്റവും വലിയ ജഡ്ജായി മാറി ലോകത്തെ ആശ്ചര്യപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ട് കൂട്ടുകാർക്ക് ഇത് മനസ്സിലായോ എന്താണെന്ന്? കല നമ്മുടെ ഉള്ളിലുണ്ടാവണം. നിങ്ങൾക്കിപ്പോൾ പറഞ്ഞപ്പോൾ എന്താണ് കല എന്ന് തോന്നിയിരിക്കുകയായിരിക്കും. കല എന്താണെന്ന് വെച്ചാൽ അത് പാട്ടാകും, നൃത്തമാകും, ചിത്രരചനയാകും, എന്തു തന്നെയായാലും നമ്മൾ മനസ്സോടെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിരിക്കും കല. നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറയുന്നു, നിങ്ങളുടെ മനസ്സിൽ ലഹരിയെ മോചിപ്പിച്ച് കലയെ തന്നെ നിങ്ങളുടെ ജീവനാക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങളെല്ലാവരും എന്നോടൊപ്പം പറയുക, കല തന്നെയാണ് നമ്മുടെ ജീവിതം. കലയായിരിക്കണം നമ്മുടെ ജീവിതം. ജയ് ഹിന്ദ്. നന്ദി.